ഗുഡ് മോർണിംഗ്. നമ്മളുടെ സീക്വൻസ് ആൻഡ് സീരീസിലെ സെക്കൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ സീരീസിന്റെ സമ്മേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്ക് ഏതൊരു സീരീസിന്റെയും സമ്മേഷൻ കണ്ടുപിടിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു സീരീസിന്റെ ജനറൽ ടേം, അതായത് ആർക്ക് ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് ആർ ക്യൂബ്. ഓക്കെ, ഡിനോമിനേറ്ററില് ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3, തേർഡ് ടേം 5 എക്സെട്ര. ആ രീതിയിലാണ് പോകുന്നത്. നമുക്കറിയാം ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 2r-1 വരും. ഓക്കെ, അപ്പോ ഡിനോമിനേറ്ററില് ജനറൽ ടേം എന്ന് പറയുന്നത് 1 പ്ലസ് 3 പ്ലസ് 5 എക്സെട്ര 2 പ്ലസ് 2r-1 വരും. ഓക്കെ, ഇനി നമുക്കറിയാം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ആർ നാച്ചുറൽ നമ്പേഴ്സും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് ആർ ഓഡ് നമ്പേഴ്സുമാണ്. ഓക്കെ, അപ്പോ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. സം ഓഫ് ഫസ്റ്റ് ആർ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, ജനറൽ ടേം, ഈ ഒരു സീരീസിന്റെ ജനറൽ ടേം ആർ ടേം കഴിഞ്ഞു. ഇനി നമുക്ക് സമ്മേഷൻ സിഗ്മ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് 16 ടേംസിന്റെ സമ്മേഷൻ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ജനറൽ ടേമില് ആർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 സ്ക്വയർ വരുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഒരു ഒന്നിനുണ്ട് അല്ലേ? നമുക്ക് ഒരു 1 ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫോർമുല സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. which become 17 into 18 into 35 divided by 6. പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ആ ഒരു 1 ഉണ്ട്. നമുക്ക് വരുന്നത് 1/4 into 17 into 18 into 35 divided by 6 minus 1, which become 446.